ഏവർക്കും നമസ്കാരം. ദുഃഖങ്ങൾ എന്തിനാണ് എനിക്കിങ്ങനെ തരുന്നത് എന്നാണ് ദുഃഖിതർ പൊതുവായി ചോദിക്കുന്ന ചോദ്യം. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ വരുന്നത്? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? എന്താണ് ഇതിന്റെ ഒരു അർത്ഥം? എന്താണ് ഇതിന്റെ ഒരു സാധ്യത? അതൊന്ന് പരിശോധിക്കാം. ഇന്ന് നമ്മൾ കാണുന്ന ഇതാണ്: sorrows are given to us to awaken our vertical connection. നമുക്ക് ദുഃഖങ്ങൾ നൽകിയിട്ടുള്ളത് നമ്മുടെ ലംബബന്ധത്തെ ഉണരുവാൻ വേണ്ടിയാണ്. നമുക്ക് ദുഃഖങ്ങൾ നൽകിയിട്ടുള്ളത് നമ്മുടെ ലംബബന്ധത്തെ ഉണരുവാൻ വേണ്ടിയാണ്. ലംബബന്ധം എന്നുള്ള പദം ഒളിമ്പസിനെ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, പുതുതായി കേൾക്കുന്നവർക്ക് പിടികിട്ടില്ല. എന്താണ് ഈ ലംബബന്ധവും തിരശ്ചീന ബന്ധവും? ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊന്നുമായി ബന്ധിച്ചാണ് ജീവിക്കുന്നത്, അല്ലെ? ഞാൻ എന്നെ പോലുള്ള സഹജീവികളിലൊപ്പം ഭൂമിയിൽ ജീവിക്കുന്നു. അപ്പോ ഇത് സഹജീവികളുമായിട്ട് ചേർന്നുള്ള ഈ നിൽപ്പിന്റെ ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ ലോകത്തെ കാണുന്നത്, അറിയുന്നത്. നമ്മൾ ജനിച്ചു വീണ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം അമ്മയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, പിന്നീട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, വ്യക്തികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മൾ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു തലത്തിലുള്ള, നമ്മുടെ അതേ നിലയിലുള്ള, നിലവാരത്തിലുള്ളവരുമായിട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത വലിയ ചില ആളുകളെ കാണുന്നത്. വീട്ടിലും കണ്ടിട്ടുണ്ട്, അമ്മ വലുതാണ്, പക്ഷെ അമ്മ നമുക്ക് ഹൃദയബന്ധമുള്ളതാണ്. അച്ഛൻ നമ്മളെ നിയന്ത്രിക്കുന്നതാണ്, എങ്കിലും മുകളിലാണ്. വെളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയമാണ്, പോലീസിനെ, ഉയർന്നതാണ്. മന്ത്രിയെ പേടിയാണ്, ഉയർന്നതാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ അധ്യാപകർ ഉയർന്നതാണ്. നമ്മൾ കുറച്ചിങ്ങനെ വലുതായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ജനാധിപത്യ ബോധമൊക്കെ ഉണരുന്ന സമയത്ത് നമുക്ക് ഇവരെല്ലാം എന്നെ പോലെ തന്നെയുള്ള മറ്റു മനുഷ്യന്മാരാണെന്നും അവർ നിൽക്കുന്ന സ്ഥാനങ്ങളുടെ പൊസിഷനാണ് അവിടെ ഉണ്ടാകുന്നതെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോഴും ഈ ഗുണ്ടകളെ, ഭീകരന്മാരെയൊക്കെ നമുക്ക് പേടിയാണ്, ഒരു ഉയർന്നതാണ്. പക്ഷെ ഉയർന്ന അറിവുള്ളവരെ കാണുമ്പോൾ, ഉയർന്ന ശേഷിയുള്ളവരെ കാണുമ്പോൾ നമുക്ക് അവര് ഉയരത്തിൽ തന്നെയാണ് നമുക്ക് തോന്നാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സിദ്ധിയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ഉയർന്നതാണെന്ന് തോന്നാറുണ്ട്. അപ്പോ ഉയർന്നത് എന്ന് പറയുന്ന ആ ഒന്ന് എന്റെ തലത്തിലല്ല എന്ന ബോധം നമുക്കുണ്ടാവും. ഉയർന്ന വ്യക്തിത്വം, ഉയർന്ന സ്ഥലം, ഉയർന്ന സ്ഥാനം എന്ന് പറയുന്നത് എന്റെ തലത്തിലല്ല എന്നുള്ളത്. അപ്പോ എന്റെ തലത്തിലല്ലാത്ത ആ ഒന്നിന്റെ അകത്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് സാധാരണ, അല്ലെങ്കിൽ അതിന്റെ കീഴിലാണ് ഞാൻ ജീവിക്കുന്നത് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രാജാവ്, ഭരണകർത്താവ്, അല്ലെങ്കിൽ പോലീസ്, അധ്യാപകൻ, അങ്ങനെ നമ്മളെക്കാളും ഉയർന്ന ശേഷിയുള്ളവരുടെ അധീനതയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ്. പക്ഷെ അതിന്റെ ശരിയായ ഘടന മനസ്സിലാക്കാൻ നമ്മൾ വ്യവസ്ഥാ നിയമത്തെ പഠിക്കേണ്ടി വരും. നമ്മൾ അവിടെ ഈ രാജാവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചും ഗുരുവിനെ കുറിച്ചും ഒക്കെ പറയുന്ന സമയത്തും നമ്മൾ അവരൊക്കെ സമാനരായിട്ടുള്ള ജീവികൾ തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെക്കാൾ ഉന്നതരായിട്ടുള്ളവരുണ്ടോ, ഉന്നത തലങ്ങളുണ്ടോ എന്ന് മനസ്സിലാവണമെങ്കിൽ വ്യവസ്ഥാ തലങ്ങളിൽ, വ്യവസ്ഥാ വീക്ഷണത്തിലൂടെ ലോകത്തെ കാണണം. അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഭൂമി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. പ്രപഞ്ചം എന്നൊരു കൂടിന്റെ അകത്ത്, സൗരയൂഥ ആകാശഗംഗ എന്നൊരു കൂടിനകത്ത്, സൗരയൂഥം എന്നൊരു കൂടിനകത്ത്, ഭൂമി എന്ന കൂടിനകത്ത്, ജീവരാശി എന്ന കൂടിനകത്ത്, മനുഷ്യരാശി എന്ന കൂടിനകത്ത്, മനുഷ്യൻ എന്ന കൂടിനകത്ത്, അവയവങ്ങളാകുന്ന കൂടുകൾക്കകത്ത്, കലകളാകുന്ന കൂടുകൾക്കകത്ത്, കോശങ്ങളാകുന്ന കൂടുകൾക്കകത്ത്, തന്മാത്രകളാകുന്ന കൂടുകൾക്കകത്ത്, അണുക്കളാകുന്ന കൂടുകൾക്കകത്ത്, കോക്കുകൾ ഒക്കെ ആയിട്ട് പോകുന്നു. ഇങ്ങനെ ഒരു വിന്യാസക്രമം നമ്മുടെ ഒരു ഘടനയിലുണ്ടെന്ന് നമ്മൾ ഈ കൂടുകൾക്കകത്ത് കൂടുകളായ വിന്യാസം, അല്ലെങ്കിൽ നെസ്റ്റഡ് പാറ്റേൺ എന്ന് പറയുന്ന സംവിധാനത്തെ പഠിച്ചവർക്ക് അറിയാം. പഠിക്കാത്തവർക്ക് അത് മനസ്സിലാവില്ല. ഇതിൽ നിന്ന് നിങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങുക. അപ്പോൾ ഈ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഈ ഒരു വിന്യാസം, കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന സമയത്ത് അതിലൂടെയുള്ള വിന്യാസത്തിലാണ് നമ്മുടെ നിലനിൽപ്പുണ്ടാകുന്നത് എന്നത്
നിലനിൽപ്പിനെ അന്വേഷിച്ചു പോകുന്ന ആളുകളിൽ പുതിയ മാനങ്ങളെ അന്വേഷിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ളവർക്കാണ് നമ്മിലും ഉപരിയായ വ്യവസ്ഥകൾ പ്രകൃതിയിലുണ്ട് എന്ന് മനസ്സിലാകുക. നമ്മിലും ഉയർന്നതായ അവസ്ഥകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. ഈ ഉയർന്ന വ്യവസ്ഥകളും അവസ്ഥകളുമാണ് നമ്മുടെ സൃഷ്ടിക്കും നമ്മുടെ നിരന്തര ചര്യകൾക്കും കാരണമാകുന്നതെന്ന് നമുക്ക് അപ്പോഴാണ് തിരിച്ചറിയുക. നമ്മുടെ രൂപീകരണം എന്ന് പറയുന്നത് തന്നെ ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരമാണെന്ന് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക. അതല്ലാണ്ട് കേവല യാദൃശ്ചികതയുടെ പുറത്ത് നമ്മൾ ഉണ്ടായിപ്പോയ ഒന്നല്ല. അങ്ങനെയാണെന്ന് നമുക്ക് പറയാം, അങ്ങനെയാണെന്ന് കരുതാം. പക്ഷെ ഒരു ലോങ് ടേമിൽ നമ്മൾ അതിനെ നോക്കുന്ന സമയത്ത്, ഷോർട്ട് ടേമിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു യാദൃശ്യമായിട്ട് ഒരാൾ ഇണചേരുന്നു, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഇണചേരുന്നു, അയാൾ പ്രഗ്നന്റ് ആവുന്നു, ഡെലിവറി ചെയ്യുന്നു, അതിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാവുന്നു എന്ന് പറയാം. പക്ഷെ ലോങ് ടേം ആയിട്ട് നോക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദ പർപ്പസ് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇത് ഒരു യാദൃശ്ചികമായിട്ട് ഒരു സെക്ഷുവൽ ഇന്ററാക്ഷന്റെ ബൈ പ്രൊഡക്റ്റ് ആണോ ഒരു ജന്മം? അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകുന്ന സമയത്താണ് ഇതിനൊരു പർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാവുക. ഇത് മനസ്സിലാവണമെങ്കിൽ കൂടുകൾക്കകത്ത് കൂടുകളായിട്ട് നിലനിൽക്കുന്ന ആ ഒരു നെസ്റ്റഡ് ഹൈറാർക്കി ഉണ്ടല്ലോ, ആ നെസ്റ്റഡ് ഹൈറാർക്കിയിലെ നമ്മുടെ ആ ഒരു ജൈവ സ്വഭാവം, ആ സ്വഭാവം ഓരോ ഇടങ്ങളിലും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്റെ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അവയവമെന്നും അവയവത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കലകളെന്നും കലകളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് കോശങ്ങളെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കും. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്ന് പറയുന്നത് എന്റെ ഉപരിവ്യവസ്ഥയായ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണെന്നും അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടായതെന്നും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. ഈ ബോധ്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് എന്റെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഉപരിവ്യവസ്ഥ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവാം. അതിനകത്ത് ഉറപ്പായിട്ടും എനിക്ക് റോളുണ്ട്. താൻ പാതി ദൈവം പാതി നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. ഈ താൻ പാതിയിലെ ആ തന്റെ റോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. ആ തന്റെ റോളിനെ മാത്രം മനസ്സിലാകുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളെ ഇതിന്റെ ഈ ഘടനയെ നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. ദൈവം പാതി എന്ന് പറയുന്ന അതിലെ ദൈവം, അത് നല്ല രസകരമായ ഒരു സങ്കല്പം, അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. പക്ഷെ ഈശ്വരന്റെ ശരിയായ ഘടന മനസ്സിലാകുന്ന സമയത്ത്, പ്രകൃതിയുടെ ഭാഷയിൽ മനസ്സിലാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് ഒരു വ്യവസ്ഥ കൃത്യമായി പ്രവർത്തിച്ചു പോകുന്ന ആ ജൈവ സംവിധാനം, അതിജൈവ സംവിധാനമാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഏറ്റവും വിശുദ്ധമായ ഒരു ജൈവ സംവിധാനമാണ് ഈശ്വരീയം എന്ന് മനസ്സിലാവും. അതൊരു വ്യക്തിയല്ല, അതൊരു ഈശ്വരീയ സംവിധാനമാണെന്ന് മനസ്സിലാവും. ആ ഈശ്വരീയ സംവിധാനം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഞാൻ എന്നത് നിലനിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ ജൈവ സംവിധാനം, അതിജൈവ സംവിധാനം അല്ലെങ്കിൽ ദൈവിക സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്ങനെ വേണമെന്ന് അത് തീരുമാനിക്കുന്നുവോ അതിനനുസരിച്ച് ഞാൻ മാറിയും മറിഞ്ഞും സഞ്ചരിക്കേണ്ടി വരുമെന്നുള്ളതാണ് എന്റെ വിധി അഥവാ നിയതി എന്ന് പറയുന്നത്. അതായത് ഉപരിവ്യവസ്ഥയായ, ഇപ്പൊ ഞാൻ ഭൂമി എന്ന ഉദാഹരണം പറയാം, ഭൂമിയുടെ ശരീരമാണ്, ഭൂമിയുടെ ജൈവ സംവിധാനത്തെയാണ് നമ്മൾ ഈശ്വരീയം എന്ന് പറയുന്നതെങ്കിൽ ഭൂമിയുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം വേണമെന്ന് ഭൂമിയുടെ മനസ്സിനാണ് മനസ്സിലാവുക. ആ ഭൂമിയുടെ മനസ്സ് തീരുമാനിക്കുന്നതാണ് അതിന്റെ അകത്ത് ജീവിക്കുന്ന അവയവങ്ങളായ നമുക്ക് വിധിയായി വരുന്നത്, നിയതിയായി വരുന്നത്. ആ വിധിയായി നിയതിയായി വരുന്ന ഈ സംവിധാനം, ആ നിയതി എന്ന് പറയുന്ന ഈ സംവിധാനമാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോ നമുക്ക് മുന്നിൽ വരുന്ന സംഭവങ്ങളുടെ രൂപത്തിൽ, അത് നമുക്ക് ഓരോ നിമിഷവും തരുന്ന സന്ദർഭങ്ങളുടെ രൂപത്തിൽ ഉപരിവ്യവസ്ഥ നമുക്ക് വിനിമയം തന്നുകൊണ്ടേയിരിക്കുന്നു, വിനിമയം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമുക്ക് ദൈനംദിന അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ വികാരങ്ങളെ ഉരുവാക്കുന്നത്. അവിടെ ഉപരിവ്യവസ്ഥ നമുക്ക് തരുന്ന ഒരു അനുഭവത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിനിലയാകുന്ന കാലാവസ്ഥയാണ് വികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഉപരിവ്യവസ്ഥ നമുക്ക് തരുന്ന ഈ ഒരു അനുസരിച്ച് എങ്ങനെ പ്രതിനില കൊള്ളണമെന്നുള്ള വികാരമുണ്ടല്ലോ, ഈ വികാരം എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത്, പ്രതിനില കൊള്ളുന്നതിന്റെ സ്വഭാവം നമുക്കനുസരിച്ചാണ്. പക്ഷെ അതിന് കാരണമാകുന്ന ഈവന്റ് ഉണ്ടാകുന്നത് ഉപരിവ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ്. ആ ഉപരിവ്യവസ്ഥയെ നമ്മൾ കാണുന്നത്, നമ്മൾ ഹൊറിസോണ്ടലി കാണുന്ന സമയത്ത്, നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ചുറ്റും നോക്കുന്ന സമയത്ത്
നമ്മൾ ചുറ്റും നോക്കുന്ന സമയത്ത് ദൈനംദിന അനുഭവങ്ങളുടെ കാര്യത്തിലായിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോലെ സമാനരായ മനുഷ്യർ, സമാനരായ വസ്തുക്കൾ, വ്യക്തികൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോ നമുക്ക് വരുന്ന അനുഭവങ്ങളെല്ലാം അതിൽ നിന്നും വരുന്നതായതുകൊണ്ട് അതാണ് നമ്മുടെ ജീവിത പശ്ചാത്തലം, അതാണ് നമ്മുടെ ജീവിത ലോകം എന്നാണ് നമ്മൾ ധരിക്കുക. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ അതിനും അതീതമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മളെല്ലാം കൃത്യമായി ചെയ്തിട്ടും അതിനും അതീതമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ നമുക്ക് ചുറ്റുമുള്ള തിരശ്ചീന തലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല നമുക്ക് ചിന്തയുണ്ടാവുക, ദൃഷ്ടി ഉണ്ടാവുക. നമ്മൾ അറിയാതെ മുകളിലേക്ക് നോക്കും. മുകളിൽ ഒരു ഭഗവാൻ എന്നുള്ള അറിവല്ല അവിടേക്ക് നോക്കുന്നത്. പെയിൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും മുകളിലേക്ക് നോക്കും. പെയിൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഒരു ആദ്യ കാരണം അന്വേഷിക്കും, ഫണ്ടമെന്റൽ റീസൺസ് നമ്മൾ അന്വേഷിക്കും. ആ ഫണ്ടമെന്റൽ റീസൺ അന്വേഷിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള കണക്ഷനെ കുറിച്ച് ബോധ്യമാവുക. എന്താണ് ഇതിന് കാരണം? കാരണം ഈ തിരശ്ചീന തലത്തിലുള്ള ഒന്നും തന്നെ എന്റെ ഈ ദുഃഖത്തിന് കാരണമല്ല. കാരണം ഞാനെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതെന്തിനാണ് തരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത് മാനേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും പിന്നെ എന്തിനാണ് തരുന്നത് എന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നമുക്ക് വരുന്ന സമയത്താണ് എനിക്ക് എന്റെ ഉപരിവ്യവസ്ഥയുമായി ഒരു ബന്ധമുണ്ടെന്നുള്ള ബോധ്യം വരിക. ഇതെല്ലാവർക്കും ബോധ്യമാകണമെന്നില്ല കേട്ടോ. ഈ ഹയർ ഡയമെൻഷനെ കുറിച്ച് അന്വേഷിക്കുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഇത് ബോധ്യമായിട്ട് വരിക. മറ്റുള്ളവർ ഇത് അന്വേഷിച്ചു തുടങ്ങും. നിരീശ്വരവാദമുള്ളവർ പോലും കുറെ കഴിയുന്ന സമയത്ത് ഈശ്വര വിശ്വാസത്തിലേക്ക് എത്തുന്ന ജീവിതത്തിന്റെ ഈ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ പ്രോബബിലിറ്റിയുടെ ഒരു ഫ്രെയിമിൽ ഒതുങ്ങുന്നതല്ലാത്ത ഒരു ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, ഇപ്പൊ പ്രത്യേകിച്ച് ആക്സിഡന്റ് ആയി കിടക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ കമാൻഡിലൂടെ എല്ലാ കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ, എന്റെ ബുദ്ധിയുടെ ആൽഗരിതം വെച്ചിട്ട് എനിക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ നിയതിയുടെ വഴിയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കും. അല്ലെങ്കിൽ ഈ സാധ്യതകൾ അവിടെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവും. പ്രകൃതിയുടെയും നിയതിയുടെയും സാധ്യതകൾ അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്ന സംവിധാനങ്ങൾക്കനുസരിച്ച് നമ്മളെ തുറന്നു വെക്കേണ്ടി വരും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോ കട്ട നിരീശ്വരാദികളാണെങ്കിൽ പോലും നമ്മൾ ഒരു ആത്മീയതയുടെ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ കയ്യിലല്ലാത്തതിന്റെ ഒരു സാധ്യത, നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഭൗതികമായ കാര്യങ്ങളുടെ അകത്ത് ഒതുങ്ങാത്തതായ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കും. നമുക്ക് ചുറ്റും ഈ തിരശ്ചീന തലത്തിൽ നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കും. ആ സമയത്താണ് നമ്മൾ ആ വെർട്ടിക്കൽ കണക്ഷനെ മനസ്സിലാക്കുക, ഈ ഹൈറാർക്കിയെ മനസ്സിലാക്കുക. ഈ ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല. പക്ഷെ അവിടെ ഒരു ഭഗവാനെ ആരോപിച്ച്, ഒരു ഈശ്വരനെ ആരോപിച്ച് നമ്മൾ അതിനകത്തേക്ക് മെർജ് ചെയ്യാൻ ശ്രമിക്കുക. മതങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സാമൂഹ്യമായിട്ടുള്ള പാഠങ്ങൾ, സാമൂഹ്യമായിട്ട് അറിയപ്പെടുന്ന കഥകൾ, സംസ്കാരങ്ങൾ, പുരാണങ്ങൾ എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഹയർ ഗോഡിനെ കുറിച്ചാണ്. ആ ഗോഡിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് സാധാരണക്കാരൻ ചെയ്യുക. കുറച്ചുകൂടെ അന്വേഷിച്ചു പോകുന്നവൻ, കുറച്ചുകൂടെ പഠിച്ചു പോകുന്നവന് ഇത് മനസ്സിലാവും. ഇത് ആ ഹയർ ഹൈറാർക്കിയുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് പ്രകൃതി നൽകുന്ന ദുഃഖങ്ങളെല്ലാം തന്നെ നമ്മളെ ആ വെർട്ടിക്കൽ കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ബോധ്യപ്പെടാൻ കഴിയുന്നത്. ഇനി അത് അറിഞ്ഞുകൊണ്ട്, പ്രകൃതി അറിഞ്ഞുകൊണ്ട് നമുക്ക് തരുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ? എന്റെ കൈക്ക് ഒരു സ്ട്രെയിൻ വരികയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടാണോ എന്റെ കൈക്ക് സ്ട്രെയിൻ കൊടുക്കുന്നത്? അല്ല, എന്റെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ കൈക്ക് അത് ലോഡായി മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ പ്രകൃതി അതിന്റെ ഒരു പ്രവർത്തനം നിർവഹിക്കാനായിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് എനിക്ക് ദുഃഖമായി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ദുഃഖങ്ങൾ എനിക്ക് നൽകുന്നു എന്ന് പറയുന്നതിന് പകരം ദുഃഖങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാറ്റി വിചാരിച്ചാൽ മതി. ആ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ഈ ബോധ്യം തരാൻ വേണ്ടിയാണ് എന്ന് പറയാം. അല്ലെങ്കിലോ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും നമുക്ക് ആ ലംബമായ ബന്ധത്തെ, ഉപരിവ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥകളുമായിട്ടുള്ള ബന്ധത്തെ അറിയേണ്ടതുണ്ട് എന്ന് അറിയാനുള്ള ഒരു പ്രേരണ വരുന്നുണ്ട് എന്നുള്ളതെങ്കിലും നമ്മൾ സമ്മതിക്കണം. അപ്പോൾ നമുക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള ആൽഗരിതങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ തിരശ്ചീനമായ ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അക്കാര്യത്തിൽ നമുക്ക് കൃത്യമായ വഴി, ക്ലേശകരമല്ലാത്ത ഒരു വഴി ഉണ്ടാകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ഉപരിവ്യവസ്ഥയുടെ ഒരു ക്രമം കൊണ്ടാണ്, അല്ലെങ്കിൽ ആന്തരിക വ്യവസ്ഥയുടെ ക്രമം കൊണ്ടാണ്. നമുക്ക് നേരിട്ട് നമ്മുടെ ബുദ്ധി വെച്ച് ഇടപെടാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല.
നമ്മുടെ ബുദ്ധിക്ക് നിരന്തരമായിട്ട് ഇടപെടാൻ പറ്റുന്ന ആ ഒരു തിരശ്ചീന തലത്തിൽ നിന്നിട്ടല്ല അതുണ്ടാവുന്നത്. അത് നമ്മുടെ വികാരങ്ങളുടെ ആ ഒരു തലത്തിലാണ് ഉപരിവ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥയും തമ്മിൽ ഉള്ള ആ കണക്ഷൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ മാത്രമേ നമുക്ക് ഇടപെടാൻ കഴിയുള്ളൂ. അപ്പോ ബുദ്ധിക്ക് വഴങ്ങുന്ന ആ തിരശ്ചീന പശ്ചാത്തലത്തിന് പകരം വികാരങ്ങളിലൂടെ മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ലംബ പശ്ചാത്തലത്തിലേക്ക് നമ്മളെ മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു അവസരമായിട്ട് ദുഃഖങ്ങളെ അല്ലെങ്കിൽ ഈ വിധമുള്ള വികാരങ്ങളെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിനെ കുറച്ചുകൂടെ രസകരമായിട്ട് ഒരു ജൈവമായിട്ട് മനസ്സിലാക്കാനാണ് ഈ ദുഃഖങ്ങൾ നമുക്ക് തരുന്നത് എന്ന് പറയുന്നത്. ദുഃഖങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഈ വെർട്ടിക്കൽ കണക്ഷൻ, ഈ ലംബമായിട്ടുള്ള ബന്ധത്തെ ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ആ ബന്ധത്തെ ബോധ്യപ്പെടാനുള്ള തുറവി പ്രകൃതി തുറന്നു വയ്ക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അടച്ചു വെക്കുന്നത്? നമ്മൾ അതിനെ ശ്രദ്ധിക്കുക, അതിലൂടെ കാണുക, അതിലൂടെ അറിയുക, അതിനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒടുവിൽ അത് നമ്മുടെ മുന്നിൽ പൂർണ്ണമായും വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു നാൾ സംഭവിക്കും. അത്തരമൊരു തുറവി നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.